അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, മക്കൾക്കും എനിക്ക് സുഖമാണ്. പിന്നെ പനിയായി, ജലദോഷമായി. മക്കളെ, എനിക്ക് ബീൻ ഫാമിലി സ്ട്രൈക്ക് തന്നു. ഫസ്റ്റ് സ്ട്രൈക്ക് തന്നിട്ടുണ്ട്. ബീനെ, നിൻ്റെ അടുത്ത് ഞാൻ നിർത്തണേന്ന് പറഞ്ഞ് നീ സ്ട്രൈക്കിലൂടെ എന്നെ കീഴ്പ്പെടുത്തി. നീ എന്നെക്കുറിച്ച് 60ഓളം വീഡിയോസ് ചെയ്ത്. ഞാനൊരു സ്ട്രൈക്ക് പോലും നിനക്ക് തന്നിട്ടില്ല. കാരണം സ്ട്രൈക്ക് തരാനുള്ള സാമ്പത്തികം എൻ്റെ ഇല്ല. ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് നിർത്തിക്കോളി. എൻ്റെ ലൈഫ് മതി, കേട്ടും കണ്ടും മടുത്തു. പിന്നെ സനോഫർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭർത്താവും ആദ്യത്തെ ഭർത്താവിൻ്റെ പേര് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല. എന്നെ 3 വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് തന്നെയാണ് ഈ അസൂറാത്തായാണ് ഈ 2 വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത്. അവർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ സഹി ഇട്ടിട്ട് ഇവരെ നിരന്തരമുള്ള ഈ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാനും മക്കൾക്ക് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ മക്കൾക്ക് 3 പേരുണ്ടെങ്കിലും ആരെ വാപ്പാരെടുത്ത് ഞാൻ പോയി ചെലവിന് താ എന്ന് പറഞ്ഞിട്ടില്ല. ഷംസ് മാത്രമേ ജൂൺ വരെ പൈസ തന്നിട്ടുള്ളൂ, നാട്ടിൽ വരുന്നത് വരെ. 3 ചെറിയ മാസം 3,500 അങ്ങനെയൊക്കെ തരുമായിരുന്നു. പെരുന്നാളൊക്കെ ആകുമ്പോൾ 5 രൂപയൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് ഷംസുവിൻ്റെ കൂടെയാണ്. പക്ഷേ ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സനോഫർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സനോഫർ എന്തിന് വേറൊരു പെണ്ണിനെ വെച്ചിട്ട് FB വഴി ഷംസുവിനെ കോണ്ടാക്ട് ചെയ്തു. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ആ പെണ്ണുമായിട്ട് ഇത്രയും സംസാരിപ്പിച്ചത് എന്തിന്? നമ്പർ 2. പിന്നെ എൻ്റെ ഭർത്താവായിരുന്ന ആൾ മരിച്ചെന്നുള്ള കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു? മൂന്നാമത്തെ ചോദ്യം സനോഫറാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഫസ്റ്റ്, എങ്ങനെ അറിഞ്ഞു? പിന്നെ നമ്മൾ തമ്മിൽ ബന്ധം തീർത്ത് നിങ്ങൾ വേറൊരു വിവാഹം കഴിച്ചു. ഇത് സനോഫറിനുള്ള ആൻസറുകളാണ്. ഇന്ന് ഞാൻ ഒരു ലൈവിൽ ടുഗദറിൽ ഞാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആരും ഒന്നും പറയരുത്. എല്ലാവരും പറയണം, നമുക്ക് കേൾക്കണമല്ലോ. പിന്നെ ബീൻ ഫാമിലിയാണ് എൻ്റെ കാര്യം പബ്ലിക്കിൽ പറയുന്നത്. ഇവർ രഹസ്യമായിട്ട് സംസാരിച്ചിട്ടു ഉണ്ട് എന്നത് സത്യമാണ്. പബ്ലിക്കിൽ പറഞ്ഞത് ബീൻ ഫാമിലിയാണ്. അഷ്കർക്ക് അത് മറച്ചു വെച്ചു. പിന്നെ സനോഫർ ഏത് കണ്ടീഷനിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സനോഫർ എന്തിനത് പറഞ്ഞു? ഇല്ലാവചനം എന്തിന് പറഞ്ഞു? പിന്നെ ഷംസിനെ ഗൾഫിൽ വെച്ചിട്ട് എന്തിന് നിരന്തരം വാട്സപ്പ് മെസ്സേജുകൾ ഇട്ടു? പിന്നെ മുത്തുമോനിക്ക് ചെലവിന് തരാൻ ഞാൻ ബേക്കുന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. കോടതി വളപ്പിൽ വെച്ചിട്ട് എന്നിൽ നിന്ന് മേടിച്ച പൈസ 1,00,000 രൂപയിൽ ആദ്യം 50ഉം രണ്ടാമത് 25ഉം തന്നു. എന്നിട്ട് ഇപ്പം വീണ്ടും അഷ്കർക്കായെ കോണ്ടാക്ട് ചെയ്തത് എന്തിന്? ഇവിടെ നിന്ന് 25 രൂപ പോയിൻ്റേ ഉള്ളൂ കല്ലറയ്ക്ക് കിളിമാനു. അവിടെ നിന്ന് 15 രൂപ പോയിൻ്റ് എങ്ങാണ്ടേ ഉള്ളൂ കാട്ടുംപുറത്തേക്ക്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നുവെങ്കിൽ ശ്രീജ വക്കീലിനെ കൊണ്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൊണ്ടോ ചെയ്യാമായിരുന്നു. പിന്നെ മസ്റൂറ മോള കാര്യത്തിൽ ചൊല്ലി വിഷയമായി. നമ്മുടെ ഞാൻ പറഞ്ഞു ചൊല്ല തലാക്കെന്ന് പറഞ്ഞത് സത്യമാണ്. 3 മാസം ഇടവിട്ട് ഒരേ തലാക്ക് വന്നു. ആദ്യത്തെ വിവാഹത്തിലെ സജ്നാത്ത ഞാൻ, മൂന്നാമത്തെ പെണ്ണ് കിരട്ടി വീണ് മരണപ്പെട്ടു. നിങ്ങൾ വേറെ ലൈഫിൽ പോയതിന് ശേഷം ഞാനൊരിക്കലും നിങ്ങളെ ബേക്കുന്നത് നടന്നിട്ടില്ല. നിങ്ങളെ ഭാര്യ മരണപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ അയൽവാസിയും പിന്നെ പത്രത്തിലൂടെയുമാണ് ഞാൻ അറിയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, എന്തിന് ഷംസുവിനെ ബിസ്മി നിബിന എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് കണക്ട് ചെയ്ത് അടുപ്പിച്ചു, കോണ്ടാക്ട് ചെയ്യിപ്പിച്ചു? ഇന്ന് രാവിലെയും കൂടി ബിസ്മി നിബിനെ എന്തിനു വിളിച്ചു? പറയണം. നിങ്ങൾ എന്തിന് എൻ്റെ ഫോണിൽ വിളിക്കുന്നത്? ഞാൻ നിങ്ങൾ തമ്മിൽ ഇടപാട് തീർത്തു. ഞാൻ IMO വഴി കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ നമ്പർ മേടിച്ചു. അന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്തിക്കോ. പക്ഷേ ഈ റബ്ബർ തോട്ടത്തിലെ ഉള്ള കാര്യം മൊത്തത്തിൽ പബ്ലിക്കായി. അതെന്തിന് ചെയ്തു? വായിക്കിടക്കുന്ന നാക്ക്. ഒരു പക്ഷേ മൈൻഡ് ഔട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. ഏത് കണ്ടീഷനിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സ്വയബോധത്തിലായിരിക്കും പറഞ്ഞത്. ഒരു മുത്തുമോൻ്റെ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലായിരുന്നാ? വസ്തു അറ്റാച്ച്മെൻറ്റ് റിലീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്തിന് എൻ്റെ മൂന്നാമത്തെ ലൈഫിൽ കയറി ബന്ധം തീർന്നിരുന്ന നിങ്ങൾക്ക് എന്ത് അധികാരം ഇടപെടാൻ? ഇതൊക്കെ എനിക്ക് തെളിയണം. തെളിയിച്ചിരിക്കും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ. എനിക്ക് സ്ട്രൈക്ക് പോയെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. മീനെ, ഇനി നീ സ്ട്രൈക്ക് ഇടല്ലേ. കാരണം എന്ന് വെച്ചാൽ നിർത്തണം, ഇനി വീഡിയോസ് നിർത്തണം. ഞാൻ ഇതിനകത്തിപ്പം നമ്മൾ മനുഷ്യനാണ്, തെറ്റ് ചെയ്തൊരു ശിക്ഷ അനുഭവിക്കും. ഇതിപ്പോൾ നമ്മുടെ കൊണ്ട്, അതായത് ബീനിന് എന്നെ പേഴ്സണലി അറിയില്ല, അഷ്കറിക്കാക്ക് എന്നെ പേഴ്സണലി അറിയില്ല. അസുറാത്ത ചാനൽ കളഞ്ഞു പോട്ടെ, അവരെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ തുടക്കം കുറിച്ചത് നമ്മുടെ അസുറാത്ത തന്നെയാണ്. അസുറാത്ത പിണക്കമൊന്നുമില്ല, വയ്യ, ആരെയും വിളിക്കാനും ഒന്നിനും വയ്യ.
പിന്നെ സനോഫറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സനോഫറിന് പറയാമായിരുന്നു എൻ്റെ അടുത്ത്. സനോഫർ വിളിച്ച സമയത്ത് ഏത് കണ്ടീഷനിലായിരുന്നു എന്ന് അഷ്കർക്കാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹം മറച്ചു വെച്ചു എന്നൊരു കാര്യമേ ഇതിനകത്ത് കുറ്റമായിട്ട് വന്നിട്ടുള്ളൂ. അതെന്താണ് എന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയണം. അതുകൊണ്ട് ബീൻ ഫാമിലീനെ ഇന്നലെ ലൈവിൽ വിളിച്ചു. ഇന്ന് ബീൻ ഫാമിലീൻ്റെ ലൈവ് ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് കണ്ടത്. വയ്യാത്തതുകൊണ്ട് രാത്രി നെറ്റും തീർന്നു പോയി. കണ്ട് അവരെ ഭാഗം അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അഷ്കർ ഖാൻ്റെ ഭാഗം, അഷ്കർ ഖാനെ ഞാൻ ഇന്ന് ലൈവിൽ ക്ഷണിക്കുന്നുണ്ട്. സനോഫർ അവിടെ വരണം. കാരണം സനോഫർ വന്നേ പറ്റൂ. പിന്നെ അതുമാത്രമല്ല, രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ, വീഡിയോ എടുക്കണ മക്കളെ, രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ സനോഫറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നീ ശ്രീജ വക്കീൽ അല്ലെങ്കിൽ നിസാർ സാറിനെ ഒക്കെ വിളിക്കാം. ഞാൻ വസ്തു റിലീസ് ചെയ്ത് തന്ന് എല്ലാം ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ലൈഫാണ് പറയുന്നത് പബ്ലിക്കിൽ. ഞാൻ എൻ്റെ ഭർത്താക്കന്മാരെ ഇതുവരെ പേര് പോലും പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് പബ്ലിക് അറിഞ്ഞ കാര്യമല്ലേ. നമുക്കിനി ഞാനും സനോഫർ മാത്രമാണ് ഇനിയുള്ള കളി. കാരണം എന്തിന് ഒരു പെണ്ണിനെ വെച്ചിട്ട് എൻ്റെ മൂന്നാമത്തെ ഭർത്താവിനെ കോണ്ടാക്റ്റ് ചെയ്തു? എന്തിന് അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തുന്നു? നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ മോളെ കാര്യം, എൻ്റെ മോളെ നോക്കാമെന്നും പറഞ്ഞല്ലേ വന്ന് കെട്ടിയത്. സ്വർണം പണയം വെച്ച് 1.5 ലക്ഷം രൂപ സ്വർണം പണയം വെച്ച് വാഗണർ വണ്ടി എടുത്തു കൊടുത്തു. അത് എൻ്റെ വസ്തുവിൻ്റെ കരം തീർത്ത പറ്റിയിട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ ഉമ്മാരെ പേർക്കാണ് വണ്ടി എടുത്തത്. ഇവർ 7 CC 8 CC 6 അത്രയും കണ്ട് അടച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉമ്മയാണ് അടച്ച. എന്നിട്ട് സ്വർണം മൊത്തം ആ വണ്ടി കൊടുത്തപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ ഉമ്മ തന്ന് അങ്ങോട്ട് കൊടുത്തപ്പം. എന്നിട്ട് ആ സ്വർണം അത്രയും ഞാൻ എടുത്തു. കാരണം CC ഉണ്ടായിരുന്നു 9800. 28 ദിവസത്തെ ദാമ്പത്യം ഉണ്ടെങ്കിലും അത് വലിപ്പിക്കാനുള്ളതെല്ലാം വലിപ്പിച്ച്. അങ്ങനെ വേണം പറയാൻ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. പിന്നെ ഇവിടെ നിന്ന് 5000 രൂപ കൊണ്ടാണ് പോണത്. പബ്ലിക്കിൽ വന്ന വിഷയമാണിത്. അതുകൊണ്ടാണ്. കാരണം 2ാം വാപ്പയാണ് എൻ്റെ കയ്യിൽ ചിലവ്. അതുവരെ ഞാൻ കല്യാണ വണ്ടിക്ക് കൊടുത്ത്. സത്യമല്ലെങ്കിൽ സത്യമല്ലെന്ന് പറയണം. പിന്നെ ആദ്യത്തെ തലാക്ക് ചീട്ടിൽ ആദ്യത്തെ ഭർത്താവിനെയാണ് കഴിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ്. എനിക്കിപ്പോൾ 3ാമത് ഷംസൂനെ കെട്ടണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് പോവാമായിരുന്നു. പറയുന്നത് കുറച്ച് ഉചിതമായ ഉത്തരത്തോടു കൂടി പറയണം. ആദ്യത്തെ ആൾ വേറെ വിവാഹം കഴിച്ച് എന്തെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നാണ് മൂത്ത നാത്തൂൻ പറഞ്ഞത്. എല്ലാ ബന്ധക്കാരും എനിക്ക് ബന്ധുക്കൾ തന്നെയാണ്. പക്ഷേ സനോഫർ ആണ് ഇതിൽ പാവം. എന്നെ അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നിസ്കാരമുണ്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞാണ് വന്ന് കെട്ടുന്നത്. ഉള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. കാരണം 6 മാസം ഉറപ്പിച്ച് സൗദിയിലെ ഹൗസ് ഡ്രൈവറായിരുന്നു. ഉറപ്പിച്ച് വെച്ച് ഉമ്മായും നാത്തൂമാരും വാപ്പയും എല്ലാവരും എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ മാത്രമേ ഒരിത്തിരി മൂത്ത നാത്തു പിണങ്ങിയിട്ടുള്ളായിരുന്നു. ഞാൻ പേരൊന്നും പറഞ്ഞില്ല. മൂത്ത നാത്തു 2ാമത്തെ നാത്തൂനാണ് എനിക്ക് ഛർദിലും കാര്യത്തിലും ഒക്കെ എൻ്റെ മസൂർ മോളെ നോക്കിയത്. ആ കുട്ടികൾക്കൊപ്പം വളർന്ന മോളാണിത്. കാരണം ഇളയ നാത്തൂന് 2 പെൺമക്കളാണ്. അപ്പോൾ സനോഫർ, നീ ഇനിയിപ്പോൾ എന്ത് വോയിസ് അയച്ചാലും നീ എന്തൊക്കെ റെക്കോർഡ് ഇട്ടാലും നമുക്ക് ഫാമിലി കോർട്ടിൽ വെച്ചിട്ട് കാണാം. ഇതിനകത്ത് ബീനില്ല, അഷ്കറില്ല, വേറെ ആരുമില്ല. ഞാൻ, സനോഫർ, ബിസ്മി നിബിന ഇതൊക്കെ എന്തിന് ചെയ്തു? ഓടി രാവിലെ ഇന്ന് ബിസ്മി നിബിനാനെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടാ? അപ്പോൾ ബിസ്മി നിബിനാനെ കെട്ടാന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അഷ്കർ ഖാക്കും അസൂറാത്തായും ബീൻ ഫാമിലിയും എല്ലാ വിദ്വേഷങ്ങളും കളയണം. മനുഷ്യനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് എല്ലാവർക്കും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലൈഫാണ്. എനിക്ക് ചാനലിൽ സ്ട്രൈക്ക് തന്ന ബീനെ, നിനക്ക് ഞാൻ ഒരു സ്ട്രൈക്കും തന്നിട്ടില്ല, എന്നാൽ പോലും എനിക്ക് പിണക്കയില്ല കേട്ടാ. നിൻ്റെ കൂടെ നല്ല അഷ്കർ ഖാ, നിങ്ങളത് മറച്ചു വെച്ചു എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ സഹോദരനെ പോലെ ഞാൻ പറയുന്നു. എല്ലാവരും നിർത്തണേ, വയ്യ മക്കളെ. ഞാൻ ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ മക്കളെ പോറ്റാനാണ്. നിങ്ങളായിട്ട് എൻ്റെ ചാനലൊന്ന് സ്ട്രൈക്ക് അടുപ്പിക്കരുത്, വയ്യ. നിങ്ങളെ സഹിയിട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.